നിങ്ങൾക്ക് അറിയാമോ, അടുത്ത 15 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു വിസ്മയകരമായ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. കുംഭരാശിക്കാരായ നിങ്ങൾക്ക് വരാൻ പോകുന്നത് സാധാരണ നേട്ടങ്ങളല്ല. നിങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒരു ഉയർച്ചയാണ് വരാൻ പോകുന്നത്. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ നിങ്ങളെ പെട്ടെന്ന് ശ്രദ്ധിച്ചു തുടങ്ങും. നിങ്ങളുടെ പേര് പലരുടെയും നാവിൽ വരും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. ഇത് എങ്ങനെ സാധ്യമാകും എന്നതിന്റെ മുഴുവൻ രഹസ്യവും ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാം. ആകാശത്ത് ഇപ്പോൾ നടക്കുന്ന ഗ്രഹചലനങ്ങൾ വളരെ അപൂർവമായ ഒരു കോമ്പിനേഷനാണ് സൃഷ്ടിക്കുന്നത്. 150ഓളം വർഷങ്ങൾക്കു ശേഷമാണ് ഇത്തരമൊരു ഊർജ്ജ സംഗമം നിങ്ങളുടെ രാശിയിൽ സംഭവിക്കുന്നത്. ഗുരു ഭഗവാൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന രീതി പ്രത്യേകമാണ്. ശനി ഭഗവാൻ നൽകുന്ന ആശീർവാദം അതുല്യമാണ്. രാഹു കേതു അച്യുതണ്ടിന്റെ സ്ഥാനം ഇപ്പോൾ വളരെ ശക്തമാണ്. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ സൃഷ്ടിക്കുന്ന മാന്ത്രികത നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇത് സാധാരണ കാലമല്ല. ഇത് പരിവർത്തനത്തിന്റെ കാലമാണ്. ഇത് ഉയർച്ചയുടെ നിമിഷമാണ്. ഇത് നിങ്ങളുടെ ശക്തി പ്രകടമാകുന്ന സമയമാണ്. അടുത്ത 15 ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഒരു പ്രകമ്പനം ഉണ്ടാകുന്നു. നിങ്ങൾ ഏതു മേഖലയിലായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ എല്ലാവരും കാണും. നിങ്ങളുടെ സൃഷ്ടികൾക്ക് വിലമതിപ്പ് വരും. നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ശക്തി വരും. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ വായിക്കപ്പെടും. നിങ്ങൾ പങ്കുവെക്കുന്ന കാര്യങ്ങൾ പ്രചരിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം വരും. എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വളരെ ആഴമുള്ള ജ്യോതിഷപരമായ കാരണങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ദശാഭുക്തി വളരെ അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജന്മരാശിയിലെ ഗ്രഹസഞ്ചാരം വളരെ പ്രത്യേകമായ ഒരു സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ നിമിഷം ആകാശത്ത് നടക്കുന്ന ദിവ്യനൃത്തം നിങ്ങൾക്കു വേണ്ടി മാത്രമാണ്. ഗുരു ഭഗവാൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിലേക്ക് ശക്തമായ ദൃഷ്ടി നൽകുന്നു. ശനി ദേവൻ നിങ്ങളുടെ കർമ്മസ്ഥാനത്തെ പൂർണ്ണമായി ആശീർവദിക്കുന്നു. ശുക്രൻ നിങ്ങളുടെ വ്യക്തിത്വത്തിന് പ്രകാശം കൊടുക്കുന്നു. ബുധൻ നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി നൽകുന്നു. ഈ എല്ലാ ശക്തികളും ഒന്നിച്ചു ചേരുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ഊർജം അതിശക്തമാണ്. ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയട്ടെ. നിങ്ങൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശരിയായ അവസരം കിട്ടിയില്ല. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു. പക്ഷേ തക്കതായ അംഗീകാരം ലഭിച്ചില്ല. നിങ്ങൾ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. പക്ഷേ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾ നിരാശരായി. നിങ്ങൾ തളർന്നു. നിങ്ങൾ വിചാരിച്ചു എന്റെ സമയം എപ്പോഴാണ് വരുന്നത് എന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയുന്നു, നിങ്ങളുടെ കാലം വന്നിരിക്കുന്നു. നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഊഴം എത്തിയിരിക്കുന്നു. അടുത്ത 30 ദിവസങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അനുഭവിക്കേണ്ട നിമിഷങ്ങളാണ്. ഓരോ ദിവസവും പുതിയ സാധ്യതകൾ കൊണ്ടുവരും. ഓരോ ആഴ്ചയും പുതിയ അവസരങ്ങൾ തുറക്കും. ഓരോ നിമിഷവും പുതിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ 3 വലിയ ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. ആദ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രാരംഭ അംഗീകാരം ലഭിക്കും. രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ വരും. മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രശസ്തി ലഭിക്കും. ഓരോ ഘട്ടവും വളരെ ശക്തമായ അനുഭവങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകും. എന്റെ തൊഴിൽ മേഖലയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. നിങ്ങളുടെ ജോലിയിൽ എന്താണ് മാറ്റം വരാൻ പോകുന്നത് എന്ന്. നിങ്ങളുടെ ബിസിനസ്സിൽ എന്താണ് വളർച്ച ഉണ്ടാകാൻ പോകുന്നത് എന്ന്. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി നിങ്ങളോട് പറയാം. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അടുത്ത 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങളുടെ കഴിവുകൾ അവർ കണ്ടെത്തും. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചുമതലകൾ നൽകപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കപ്പെടും. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കപ്പെടും. നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഉത്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ ആവശ്യക്കാർ വർദ്ധിക്കും. പുതിയ ക്ലയന്റുകൾ വരും. പഴയ ഉപഭോക്താക്കൾ തിരിച്ചുവരും. നിങ്ങളെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ പ്രചരിക്കും. നിങ്ങളുടെ പേര് പലയിടങ്ങളിലും പരാമർശിക്കപ്പെടും. നിങ്ങൾ സൃഷ്ടിപരമായ മേഖലയിലാണെങ്കിൽ നിങ്ങളുടെ സൃഷ്ടികൾക്ക് അംഗീകാരം വരും. നിങ്ങൾ എഴുതുന്നവരാണെങ്കിൽ നിങ്ങളുടെ എഴുത്ത് വായിക്കപ്പെടും. നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കല വിലമതിക്കപ്പെടും. നിങ്ങൾ സംഗീതം സൃഷ്ടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സംഗീതം കേൾക്കപ്പെടും. നിങ്ങൾ പഠിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കും. നിങ്ങൾ ആരോഗ്യ മേഖലയിലാണെങ്കിൽ നിങ്ങളുടെ സേവനങ്ങൾക്ക് ആവശ്യക്കാർ വർദ്ധിക്കും. നിങ്ങൾ സാങ്കേതിക മേഖലയിലാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തപ്പെടും. നിങ്ങൾ ഏതു മേഖലയിലായാലും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ ലഭിക്കും. നിങ്ങളെ ആളുകൾ നോക്കിക്കാണും. നിങ്ങളെക്കുറിച്ച് സംസാരിക്കപ്പെടും. നിങ്ങളെ ഓർമ്മിക്കപ്പെടും. ഇത് സാധാരണ ശ്രദ്ധയല്ല. ഇത് പ്രശസ്തിയുടെ ആദ്യ പടിയാണ്. ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങൾക്ക് പണത്തിന്റെ കാര്യത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പണം വരും. നിങ്ങൾ കാത്തിരുന്ന പണം കിട്ടും. നിങ്ങൾ നൽകിയ വായ്പ തിരിച്ചുവരും. നിങ്ങൾക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കും. നിങ്ങൾ ചെയ്ത നിക്ഷേപങ്ങൾക്ക് ലാഭം ലഭിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും.
നിങ്ങളുടെ സമ്പാദ്യം കൂടും. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു. എന്നാൽ ഇതിനായി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നും ഞാൻ പറയാം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ ആളുകൾക്ക് മുന്നിൽ കൊണ്ടുവരണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പങ്കുവെക്കണം. നിങ്ങളുടെ അറിവ് പ്രചരിപ്പിക്കണം. നിങ്ങളുടെ വൈദഗ്ധ്യം പ്രദർശിപ്പിക്കണം. നിങ്ങൾ ലജ്ജിച്ചു നിൽക്കരുത്. നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ എഴുതണം. നിങ്ങൾ പങ്കുവെക്കണം. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും. ആളുകൾ നിങ്ങളെ തിരിച്ചറിയും. ആളുകൾ നിങ്ങളെ വിശ്വസിക്കും. ആളുകൾ നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കും. പണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിത സാമ്പത്തിക അവസരം വരും. ഇത് പുതിയ ജോലിയായിരിക്കാം, പുതിയ പ്രോജക്റ്റായിരിക്കാം, പുതിയ ബിസിനസ് നിർദ്ദേശമായിരിക്കാം, പുതിയ നിക്ഷേപ സാധ്യതയായിരിക്കാം. എന്തായാലും അത് നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾ അത് തിരിച്ചറിയണം. നിങ്ങൾ അത് സ്വീകരിക്കണം. നിങ്ങൾ അതിൽ പ്രവർത്തിക്കണം. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും. നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും. നിങ്ങളുടെ ആത്മബലം വർദ്ധിക്കും. ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ അവിവാഹിതരാണെങ്കിൽ ഈ കാലഘട്ടം വളരെ പ്രത്യേകമാണ്. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും പ്രത്യേകമായി കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. ഇത് പുതിയ ആളായിരിക്കാം. ഇത് പഴയ സുഹൃത്തായിരിക്കാം. ഇത് ആരെയെങ്കിലും പുതിയ രീതിയിൽ കാണലായിരിക്കാം. എന്തായാലും ഈ സമയത്ത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സുവർണ നിമിഷങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രത്യേക ഇഷ്ടം തോന്നും. നിങ്ങൾക്ക് ആരോടെങ്കിലും ആകർഷണം അനുഭവപ്പെടും. നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ താൽപ്പര്യം വരും. നിങ്ങൾ ഇതിനകം ബന്ധത്തിലാണെങ്കിൽ ഈ കാലഘട്ടം നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തും. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കും. നിങ്ങൾ തമ്മിലുള്ള സംവാദം മെച്ചപ്പെടും. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കൂടും. നിങ്ങൾ തമ്മിലുള്ള വിശ്വാസം വളരും. നിങ്ങൾ ഒരുമിച്ച് പുതിയ പദ്ധതികൾ ആലോചിക്കും. നിങ്ങൾ ഒരുമിച്ച് ഭാവി സ്വപ്നങ്ങൾ കാണും. നിങ്ങൾ ഒരുമിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ നല്ല വാർത്തകൾ വരും. കുടുംബത്തിന്റെ അംഗീകാരം ലഭിക്കും. പ്രതിബന്ധങ്ങൾ മാറും. വഴികൾ തെളിയും. കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അടുത്ത ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കപ്പെടും. നിങ്ങളുടെ തീരുമാനങ്ങൾ ആദരിക്കപ്പെടും. നിങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടും. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളിൽ അഭിമാനിക്കും. നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ നടക്കും. സന്തോഷകരമായ വാർത്തകൾ വരും. സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പ്രശസ്തരാകുമ്പോൾ ചിലർ അസൂയപ്പെടും. ചിലർ വിമർശിക്കും. ചിലർ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ഇതിനെ ഭയപ്പെടരുത്. നിങ്ങൾ ഇത് ഗൗരവമായി എടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പാതയിൽ തുടരണം. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ തുടരണം. എതിർപ്പ് വരുമ്പോൾ അത് നിങ്ങൾ ശരിയായ പാതയിലാണെന്നുള്ള സൂചനയാണ്. പ്രശസ്തി വരുമ്പോൾ വിമർശനവും വരും. വിജയം വരുമ്പോൾ അസൂയയും വരും. ഇതെല്ലാം സ്വാഭാവികമാണ്. ഇതെല്ലാം താത്കാലികമാണ്. ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ജോലി വരും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും. കൂടുതൽ ആളുകൾ നിങ്ങളെ കാണാൻ വരും. കൂടുതൽ സമയം ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരും. ഇത്തരം സമയങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യം അവഗണിക്കപ്പെടാം. പക്ഷേ നിങ്ങൾ ഇത് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകണം. നിങ്ങൾ ശരിയായ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ ആവശ്യത്തിന് വിശ്രമിക്കണം. നിങ്ങൾ വ്യായാമം ചെയ്യണം. നിങ്ങൾ മാനസികമായി സ്വസ്ഥതയിലായിരിക്കണം. പ്രത്യേകിച്ചും നിങ്ങളുടെ തലച്ചോറിന് ആവശ്യമായ വിശ്രമം നൽകണം. കാരണം ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ മാനസിക പ്രവർത്തനം വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ അധികം ചിന്തിക്കും. നിങ്ങൾ അധികം ആലോചിക്കും. നിങ്ങൾ അധികം ആസൂത്രണം ചെയ്യും. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഇതിനായി നിങ്ങൾ മാനസികമായി ശക്തമായിരിക്കണം. ശാരീരികമായി ആരോഗ്യമുള്ളവരായിരിക്കണം. ആത്മീയമായി സന്തുലിതരായിരിക്കണം. അതുകൊണ്ട് ധ്യാനം പരിശീലിക്കുക. പ്രാർത്ഥന നടത്തുക. യോഗാസനം ചെയ്യുക. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ കാലം വളരെ അനുകൂലമാണ്. നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും. നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാകും. നിങ്ങൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കും. നിങ്ങൾക്ക് ശ്രദ്ധാശക്തി കൂടും. നിങ്ങൾക്ക് പരീക്ഷകളിൽ നല്ല മാർക്ക് കിട്ടും. നിങ്ങൾക്ക് മത്സരങ്ങളിൽ വിജയം ലഭിക്കും. നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ കിട്ടും. നിങ്ങൾക്ക് അവാർഡുകൾ ലഭിക്കും. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ അഭിനന്ദിക്കും. നിങ്ങളുടെ സഹപാഠികൾ നിങ്ങളെ ആദരിക്കും. പ്രത്യേകിച്ചും കല, സാഹിത്യം, സംഗീതം, നാടകം തുടങ്ങിയ മേഖലകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ മികച്ചതാണ്. നിങ്ങളുടെ സൃഷ്ടികൾക്ക് അംഗീകാരം ലഭിക്കും. നിങ്ങളുടെ പ്രകടനങ്ങൾക്ക് കരഘോഷം ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾക്ക് വിലമതിപ്പ് വരും. ഉയർന്ന പഠനം ആലോചിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വരും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികൾ തുറക്കും. സ്കോളർഷിപ്പുകൾ കിട്ടും.
പ്രവേശനം ലഭിക്കും. വിദേശയാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പലർക്കും അവസരങ്ങൾ വരും. നിങ്ങൾക്ക് ജോലിയുടെ ഭാഗമായി വിദേശത്തേക്ക് പോകാൻ അവസരം വരാം. നിങ്ങൾക്ക് കോൺഫറൻസുകളിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിക്കാം. നിങ്ങൾക്ക് പരിശീലനത്തിനായി വിദേശത്തേക്ക് പോകാൻ സാധ്യത വരാം. നിങ്ങൾക്ക് വിദേശത്ത് താമസിക്കാനുള്ള വഴികൾ തുറക്കാം. ഇതെല്ലാം ഈ കാലഘട്ടത്തിലെ ഗ്രഹചലനങ്ങളുടെ ഫലമായാണ് സംഭവിക്കുന്നത്. വിദേശത്തുള്ള ആളുകളുമായി നിങ്ങൾക്ക് ബന്ധം ഉണ്ടാകും. വിദേശത്തുള്ള കമ്പനികളുമായി നിങ്ങൾക്ക് കൈമാറ്റം ഉണ്ടാകും. വിദേശത്തുള്ള ഉപഭോക്താക്കൾ നിങ്ങളെ കണ്ടെത്തും. ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കാലഘട്ടം വളരെ ശക്തമാണ്. നിങ്ങൾക്ക് ആത്മീയമായ ഉണർവ് ഉണ്ടാകും. നിങ്ങൾക്ക് ദിവ്യമായ അനുഭവങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് അത്ഭുതകരമായ സംഗതികൾ മനസ്സിലാകും. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ആഴമേറിയ അനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രതികരണം ലഭിക്കും. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ശാന്തി അനുഭവപ്പെടും. നിങ്ങൾ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാകും. നിങ്ങൾക്ക് ആത്മീയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടാൻ അവസരം വരും. നിങ്ങൾക്ക് ആത്മീയ പാതയെക്കുറിച്ച് വ്യക്തത ലഭിക്കും. ഇനി ഞാൻ നിങ്ങളോട് 3 വലിയ സംഭവങ്ങളെക്കുറിച്ച് പറയാം. അടുത്ത 30 ദിവസങ്ങളിൽ ഈ 3 സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും സംഭവിക്കും. ആദ്യത്തെ സംഭവം വളരെ അത്ഭുതകരമാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരു വലിയ ആൾക്കൂട്ടം പെട്ടെന്ന് നിങ്ങളെ ശ്രദ്ധിക്കും. ഇത് സോഷ്യൽ മീഡിയയിലൂടെയാകാം. ഇത് ഒരു പരിപാടിയിലൂടെയാകാം. ഇത് ഒരു പ്രസംഗത്തിലൂടെയാകാം. ഇത് ഒരു പ്രസിദ്ധീകരണത്തിലൂടെയാകാം. എന്തായാലും നിങ്ങൾ പെട്ടെന്ന് പലരുടെയും മുന്നിൽ എത്തിച്ചേരും. നിങ്ങളെ ആളുകൾ അറിയും. നിങ്ങളെക്കുറിച്ച് ആളുകൾ സംസാരിക്കും. നിങ്ങളെ ആളുകൾ പിന്തുടരും. ഇത് 100% നടക്കും. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യം വൈറലാകും. നിങ്ങൾ പറയുന്ന എന്തോ ഒന്ന് പ്രചരിക്കും. നിങ്ങൾ സൃഷ്ടിക്കുന്ന എന്തോ ഒന്ന് ജനകീയമാകും. നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു പ്രവൃത്തി ശ്രദ്ധ നേടും. ഇത് എപ്പോൾ സംഭവിക്കും എന്നാൽ അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ തുടക്കം നിങ്ങൾക്ക് അനുഭവപ്പെടും. 30 ദിവസങ്ങൾക്കുള്ളിൽ ഇത് പൂർണ്ണമായും പ്രകടമാകും. നിങ്ങൾ ഇതിന് തയ്യാറാവണം. നിങ്ങൾ ഇത് സ്വീകരിക്കണം. നിങ്ങൾ ഇതിനെ നന്നായി കൈകാര്യം ചെയ്യണം. രണ്ടാമത്തെ പ്രധാന സംഭവം സാമ്പത്തികമായ ഒരു വലിയ അവസരമാണ്. നിങ്ങൾക്ക് ഒരു വലിയ ഓഫർ വരും. ഇത് പുതിയ ജോലി ഓഫറായിരിക്കാം. ഇത് വലിയ പ്രോജക്റ്റ് ഓഫറായിരിക്കാം. ഇത് ബിസിനസ് പങ്കാളിത്തം ഓഫറായിരിക്കാം. ഇത് നിക്ഷേപ നിർദ്ദേശമായിരിക്കാം. എന്തായാലും ഇത് വളരെ വലിയ സാമ്പത്തിക മൂല്യമുള്ളതായിരിക്കും. നിങ്ങൾ ഇതിനെ കുറച്ചൊന്നും കാണരുത്. നിങ്ങൾ ഇതിനെ ലഘൂകരിക്കരുത്. നിങ്ങൾ ഇത് ഗൗരവമായി എടുക്കണം. നിങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായി പഠിക്കണം. നിങ്ങൾ ഇതിൽ നിന്നും പരമാവധി നേടണം. ഈ ഓഫർ വരുമ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നും. നിങ്ങൾക്ക് ഭയമുണ്ടാകും. നിങ്ങൾക്ക് ആശങ്ക തോന്നും. ഇത് എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇത് എനിക്ക് അനുയോജ്യമായിരിക്കുമോ എന്ന് നിങ്ങൾ സംശയിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ അവസരം നിങ്ങൾക്കായി തന്നെയാണ്. ഈ അവസരം നിങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ ഇതിനെ സ്വീകരിക്കണം. നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ടു പോകണം. നിങ്ങൾ വിശ്വാസത്തോടെ തീരുമാനം എടുക്കണം. മൂന്നാമത്തെ പ്രധാന സംഭവം വളരെ വ്യക്തിപരവും വൈകാരികവുമാണ്. നിങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ നിങ്ങളെ അഗാധമായി അഭിനന്ദിക്കും. നിങ്ങൾ വിചാരിക്കാത്ത ഒരാൾ നിങ്ങളെക്കുറിച്ച് ഉയർന്ന അഭിപ്രായം രേഖപ്പെടുത്തും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ നിങ്ങളെ പുകഴ്ത്തും. ഇത് നിങ്ങളെ വൈകാരികമായി വളരെയധികം സ്പർശിക്കും. നിങ്ങൾക്ക് സന്തോഷാശ്രുക്കൾ വരും. നിങ്ങൾക്ക് നെഞ്ചു നിറയും. നിങ്ങൾക്ക് കണ്ണീർ പൊഴിക്കും. എന്തെന്നാൽ നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന അംഗീകാരം ലഭിക്കുന്നു. ഇത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നായിരിക്കാം. ഇത് നിങ്ങളുടെ ഗുരുവിൽ നിന്നായിരിക്കാം. ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയിൽ നിന്നായിരിക്കാം. ഇത് നിങ്ങളുടെ കുട്ടികളിൽ നിന്നായിരിക്കാം. എന്തായാലും ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമാകും. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കപ്പെടും. ഈ നിമിഷം നിങ്ങളുടെ ഓർമ്മയിൽ സദാകാലം നിലനിൽക്കും. ഇതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം വരും. നിങ്ങൾക്ക് കൂടുതൽ ധൈര്യം വരും. നിങ്ങൾക്ക് കൂടുതൽ ശക്തി വരും. എന്നാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചില വെല്ലുവിളികളും നേരിടും. ഓരോ വിജയത്തിനും കൂടെ ചില പരീക്ഷണങ്ങൾ വരും. ഓരോ ഉയർച്ചയ്ക്കും കൂടെ ചില വെല്ലുവിളികൾ വരും. നിങ്ങൾ പ്രശസ്തരാകുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും. നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷകൾ വരും. നിങ്ങളിൽ നിന്ന് കൂടുതൽ പ്രവൃത്തി പ്രതീക്ഷിക്കപ്പെടും. നിങ്ങൾ കൂടുതൽ നിലവാരം പാലിക്കേണ്ടി വരും. നിങ്ങൾ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടി വരും. ചില ആളുകൾ നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കും. ചില ആളുകൾ നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. ചില ആളുകൾ നിങ്ങളുടെ പേരിൽ ആനുകൂല്യങ്ങൾ നേടാൻ ശ്രമിക്കും. നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കണം. നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. നിങ്ങൾ വിവേകത്തോടെ പ്രവർത്തിക്കണം. നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കരുത്. നിങ്ങൾ എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം. നിങ്ങൾ നിങ്ങളുടെ വിവേചനം പ്രയോഗിക്കണം. കാലത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യങ്ങളുണ്ട്. അടുത്ത 15 ദിവസങ്ങൾ ആദ്യഘട്ടമാണ്. ഈ കാലയളവിൽ നിങ്ങൾക്ക് തുടക്കങ്ങൾ ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ ആരംഭിക്കും. പുതിയ അവസരങ്ങൾ വരും. പുതിയ ആളുകൾ നിങ്ങളെ കാണും. ഇത് വിത്ത് വിതയ്ക്കുന്ന സമയമാണ്. ഇത് ആധാരം സ്ഥാപിക്കുന്ന സമയമാണ്. ഇത് തുടക്കം കുറിക്കുന്ന സമയമാണ്.
അടുത്ത 15 ദിവസങ്ങൾ രണ്ടാം ഘട്ടമാണ്. ഈ കാലയളവിൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകും. തുടർച്ചയായ പ്രവർത്തനം നടക്കും. ഫലങ്ങൾ കാണാൻ തുടങ്ങും. മൊത്തം 30 ദിവസങ്ങളും കഴിയുമ്പോൾ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറിയിരിക്കും. നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായിരിക്കും. നിങ്ങൾ കൂടുതൽ പ്രശസ്തരായിരിക്കും. നിങ്ങൾ കൂടുതൽ വിജയം കണ്ടവരായിരിക്കും. നിങ്ങൾ കൂടുതൽ സാമ്പത്തികമായി സുസ്ഥിരരായിരിക്കും. നിങ്ങൾ കൂടുതൽ സന്തോഷവാന്മാരായിരിക്കും. നിങ്ങൾ കൂടുതൽ സമാധാനമുള്ളവരായിരിക്കും. നിങ്ങൾ കൂടുതൽ ശക്തിയുള്ളവരായിരിക്കും. ഇപ്പോൾ പരിഹാരങ്ങളെക്കുറിച്ച് പറയാം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യോദയം കാണണം. സൂര്യനെ നമസ്കരിക്കണം. സൂര്യമന്ത്രം ജപിക്കണം. ഇത് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കും. നിങ്ങളുടെ തേജസ് കൂട്ടും. നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തും. ഓരോ വ്യാഴാഴ്ചയും ഗുരുവിനെ ആരാധിക്കണം. മഞ്ഞനിറത്തിലുള്ള വസ്ത്രം ധരിക്കണം. മഞ്ഞനിറത്തിലുള്ള പുഷ്പങ്ങൾ അർപ്പിക്കണം. ഇത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ അവസരങ്ങൾ കൂട്ടും. ഓരോ ശനിയാഴ്ചയും ശനി ഭഗവാനെ പ്രാർത്ഥിക്കണം. കറുത്ത വസ്ത്രം ധരിക്കണം. കറുത്ത ഉഴുന്ന് ദാനം ചെയ്യണം. ഇത് നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റും. നിങ്ങളുടെ കർമ്മശുദ്ധി നടത്തും. എളിയവർക്ക് സഹായം ചെയ്യണം. ദാനധർമ്മങ്ങൾ നടത്തണം. പ്രത്യേകിച്ചും പഠനസഹായങ്ങൾ നൽകണം. പുസ്തകങ്ങൾ സമ്മാനിക്കണം. വിദ്യാർത്ഥികളെ സഹായിക്കണം. ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ജ്ഞാനം കൂട്ടും. നിങ്ങളുടെ പ്രശസ്തി നീട്ടും. ധ്യാനം പതിവായി പരിശീലിക്കണം. ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ധ്യാനിക്കണം. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണം. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കണം. ഇത് നിങ്ങളുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ശ്രദ്ധാശക്തി കൂട്ടും. നിങ്ങളുടെ തീരുമാനശേഷി മെച്ചപ്പെടുത്തും. മന്ത്രജപം ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ മന്ത്രം 108 തവണ ജപിക്കണം. ഇത് ദിവസവും ചെയ്യണം. നിങ്ങളുടെ ഉപാസന ശക്തിപ്പെടുത്തണം. പ്രകൃതിയുമായി ബന്ധം വളർത്തണം. പച്ചപ്പുള്ള സ്ഥലങ്ങളിൽ സമയം ചെലവഴിക്കണം. മരങ്ങൾക്കടുത്തു നിൽക്കണം. വെള്ളത്തിനരികിൽ ഇരിക്കണം. ആകാശം നോക്കി ധ്യാനിക്കണം. പക്ഷികളുടെ ശബ്ദം കേൾക്കണം. പ്രകൃതിയുടെ ശക്തി സ്വീകരിക്കണം. ഇത് നിങ്ങളുടെ ഊർജം പുതുക്കും. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കും. നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തും. സത്യം പറയണം. എപ്പോഴും സത്യസന്ധത പാലിക്കണം. നിങ്ങളുടെ വാക്കിൽ ശക്തിയുണ്ടാകണം. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒരുപോലെയായിരിക്കണം. വിനയം കാത്തുസൂക്ഷിക്കണം. നിങ്ങൾ എത്ര പ്രശസ്തരായാലും വിനയം നഷ്ടപ്പെടരുത്. നിങ്ങൾ എത്ര വിജയം നേടിയാലും അഹങ്കാരം വരരുത്. നിങ്ങൾ എത്ര ഉയർന്നു പോയാലും താഴ്മ പാലിക്കണം. എളിയവരെ ബഹുമാനിക്കണം. എല്ലാവരോടും മര്യാദയോടെ സംസാരിക്കണം. എല്ലാവർക്കും സഹായം ചെയ്യണം. ഇത് നിങ്ങളുടെ പ്രശസ്തി നീണാൾ നിലനിൽക്കാൻ സഹായിക്കും. നിങ്ങളുടെ വിജയം സ്ഥിരമാകാൻ സഹായിക്കും. കൃതജ്ഞത പ്രകടിപ്പിക്കണം. നിങ്ങളെ സഹായിച്ച എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കണം. നിങ്ങളെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ ഓർക്കണം. നിങ്ങളെ വളർത്തിയ മാതാപിതാക്കളെ ആദരിക്കണം. നിങ്ങളെ പിന്തുണച്ച സുഹൃത്തുക്കളെ അഭിനന്ദിക്കണം. നിങ്ങളെ വിശ്വസിച്ച ആളുകളോട് നന്ദി പറയണം. ഈ കൃതജ്ഞതാബോധം നിങ്ങളുടെ വിജയത്തെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ പ്രശസ്തിയെ ഉറപ്പിക്കും. പങ്കുവെക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവ് പ്രചരിപ്പിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന വിഭവങ്ങൾ വിതരണം ചെയ്യണം. നിങ്ങൾ മാത്രം നേടുന്ന വിജയത്തേക്കാൾ എല്ലാവരും ഒരുമിച്ച് നേടുന്ന വിജയം മധുരമാണ്. നിങ്ങൾ മാത്രം ആസ്വദിക്കുന്ന സന്തോഷത്തേക്കാൾ എല്ലാവരും പങ്കുവെക്കുന്ന സന്തോഷം വലുതാണ്. പങ്കുവെക്കുമ്പോൾ വർദ്ധിക്കുന്നതാണ് സന്തോഷം. പങ്കുവെക്കുമ്പോൾ പെരുകുന്നതാണ് വിജയം. എന്റെ പ്രിയപ്പെട്ട കുംഭരാശി സഹോദരങ്ങളെ, നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. നിങ്ങളുടെ ഊഴം എത്തിയിരിക്കുന്നു. നിങ്ങളുടെ നക്ഷത്രം തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ നേട്ടങ്ങളും ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച എല്ലാ അംഗീകാരങ്ങളും കിട്ടാൻ പോകുന്നു. നിങ്ങൾ ഇതിനായി കഠിനാധ്വാനം ചെയ്തു. നിങ്ങൾ ഇതിനായി കാത്തിരുന്നു. നിങ്ങൾ ഇതിനായി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഫലം കിട്ടാൻ പോകുന്നു. നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ടു പോകുക. നിങ്ങൾ വിശ്വാസത്തോടെ നടന്നു പോകുക. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഉയർന്നു വരിക. നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. നിങ്ങളെ താഴ്ത്താൻ ആർക്കും കഴിയില്ല. നിങ്ങളെ നിർത്താൻ ആർക്കും കഴിയില്ല. കാരണം ആകാശശക്തികൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ദിവ്യ ഊർജങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു. കോസ്മിക് ബലങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്കൊപ്പം ഈശ്വരീയ ശക്തിയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. കുംഭരാശിക്കാരായ എല്ലാവർക്കും ഈ സന്ദേശം എത്തിക്കുക. അവർക്കും ഈ അത്ഭുതകരമായ കാലഘട്ടത്തെക്കുറിച്ച് അറിയട്ടെ. അവർക്കും ഈ പ്രശസ്തിയുടെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാകട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റുകളിൽ പങ്കുവെക്കുക. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയിക്കുക. നിങ്ങളുടെ വിജയകഥകൾ എന്നോട് പങ്കുവെക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് കൂടുതൽ രഹസ്യങ്ങൾ പങ്കുവെക്കും. കൂടുതൽ പ്രവചനങ്ങൾ പറയും. കൂടുതൽ പരിഹാരങ്ങൾ നൽകും. അതുവരെ നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എന്റെ പ്രാർത്ഥനകളും ഉണ്ട്. നിങ്ങൾ പ്രശസ്തരാകട്ടെ. നിങ്ങൾ വിജയിക്കട്ടെ. നിങ്ങൾ സന്തോഷിക്കട്ടെ. നിങ്ങൾ